യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. സുവിശേഷങ്ങളിൽ നാം കാണുന്ന യേശു പാപം മൂലം അകന്നുപോയവരെ കണ്ടെത്തി തിരികെ വിളിക്കുന്ന നല്ലിടയനാണ്. ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ മറന്നു ജീവിക്കുന്നവർക്ക് എന്തായിരിക്കും സംഭവിക്കുക? പലപ്പോഴും അധ്വാനിച്ചിട്ടും ഫലം കണ്ടെത്താതെ പോകുന്ന ജീവിത പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം കൈവരിക്കുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഷെമാ ഇസ്രായേലിലൂടെ ഇവയ്ക്കുള്ള ഉത്തരം ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചനം ശ്രവിക്കാം. നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ അനീഷ് മുണ്ടിയാനിക്കലച്ചനാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചങ്ങനാശ്ശേരി കുർമനാട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി കുട്ടികളില്ലായിരുന്നു. 2015 മെയ്യിൽ ശനിയാഴ്ച ഇവിടെ വന്ന് എല്ലാ ശനിയാഴ്ചകളിലും ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. 2016 മാർച്ചിൽ ഒരാൺകുഞ്ഞിനെ തന്നെ ഈശോ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. ഈശോയെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന ദൈവവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. നമുക്കേവർക്കും സുപരിചിതമായ സുവിശേഷ ഭാഗമാണിത്. ഇവിടെ ഈശോ വളരെ വ്യക്തമായൊരു സന്ദേശം നമുക്കൊക്കെ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനാദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇതിനു ശേഷം യേശു തിബരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. ഇനി അതിൻ്റെ ഫ്ലാഷ് ബാക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് ശേഷം എന്ന് പറയുന്നത് യേശു പലതവണ ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടു. അതിനൊക്കെ ശേഷം പലതവണ ദൈവാനുഭവം അവർക്കുണ്ടായിട്ടും പലതവണ ഉദ്ധിതനായ ഈശോയെ അവർ കണ്ടിട്ടും വീണ്ടും അവർ തിബരിയാസ് കടൽത്തീരത്ത് വെച്ച് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതെങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി തവണ ദൈവം നേരിട്ട് ഇടപെട്ട ഒത്തിരിയേറെ സംഭവങ്ങൾ നമുക്ക് പറയാനും വർണ്ണിക്കാനും സാക്ഷ്യപ്പെടുത്താനും ഒക്കെ ഉണ്ട്. എന്നിട്ടും വീണ്ടും ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വചനം. വീണ്ടും അവൻ അവർക്കിതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടു തിബരിയാസ് കടൽ തീരത്ത് വെച്ച്. ഇനി നടക്കുന്ന സംഭവം ഫ്ലാഷ് ബാക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നടക്കുന്ന സംഭവം ഇതാണ്. ഒരു ദിവസം യേശു ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് എന്നൊക്കെ പറയുന്ന 7 പേര്, അവർ 7 പേര് ശിഷ്യന്മാർ, യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ 7 പേര് കൂടി ഒരു തീരുമാനമെടുക്കുന്നു. അവർ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. അവരൊരുമിച്ചിരിക്കുന്ന സമയത്ത്, ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണ് ഈശോ അവരെ നിയമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ശിമയോൻ പത്രോസ് ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ്. ശിമയോൻ പത്രോസ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ കൂടെ വരാം. ഇനി ഞങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, മീൻപിടുത്തത്തിൽ നിന്നും വിളിച്ചുകൊണ്ട് വരുമ്പോൾ വളരെ വ്യക്തമായി പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം,
മനുഷ്യരെ പിടിക്കുവാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് 3 വർഷം പൂർത്തിയാകുമ്പോൾ ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷവും പത്രോസ് എടുക്കുന്ന തെറ്റായ ഒരു തീരുമാനം, വീണ്ടും തിരിച്ചു പോകാനുള്ള തീരുമാനം. തിരിച്ചു പോകാൻ പത്രോസ് തീരുമാനമെടുക്കുമ്പോൾ അവിടെ പത്രോസിൻ്റെ കൂടെ ഇരുന്ന ബാക്കി 6 പേരും അതേ തീരുമാനം തന്നെ എടുക്കുകയാണ്, അവൻ്റെ കൂടെ പോകാൻ. കാരണം അവൻ നേതാവാണ്. ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ, കുടുംബത്തിൻ്റെ നാഥ ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളറിയാതെ നിങ്ങളെ അനുഗമിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളറിയാതെ നിങ്ങളെ അനുഗമിക്കുന്ന നിങ്ങളുടെ താഴെയുള്ളവർ, ഒരു അധികാരി ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു പക്ഷേ നീ പോലും അറിയാതെ നിന്നെ അനുഗമിക്കുന്ന നിൻ്റെ താഴെയുള്ളവർ, നിൻ്റെ കീഴെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഉള്ളിലുണ്ടായിരിക്കുന്നതാണ്. പലപ്പോഴും മാതാപിതാക്കൾ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ പ്രവൃത്തിയിൽ നേരെ തിരിച്ചാണ്. അത് മക്കൾ അറിയുന്നതും കാണുന്നൊന്നുമില്ല പല പ്രവൃത്തികളും. എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, തിന്മയുടെ ആത്മാവ്, പാപത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവിന് വളരെ ശക്തിയുണ്ട്. നീ മക്കൾക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും നിൻ്റെ പ്രവൃത്തികളിൽ നീ തെറ്റ് കാണിക്കുകയും ചെയ്യുമ്പോൾ നീ കൊടുക്കുന്ന ഉദാഹരണം വളരെ തെറ്റായ ഉദാഹരണമാണ്. നിൻ്റെ വാക്കുകളിലൂടെ മാത്രമല്ല പ്രവർത്തിക്കുക. പലപ്പോഴും മാതാപിതാക്കൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ട്, അച്ഛാ എൻ്റെ മോൻ ഇങ്ങനെ പെരുമാറുന്നത് എന്തെന്ന് അറിയില്ല, എൻ്റെ മോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തെന്ന് അറിയില്ല. നമ്മളവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ഇവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ വന്നുപോയ, വ്യക്തിപരമായ ജീവിതത്തിൽ വന്നുപോയ ചില തെറ്റുകൾ, പാപങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്നതായിട്ട്, തെറ്റുകളിലേക്ക് നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തിന്മയുടെ ദുരാത്മാവ്, പാപത്തിൻ്റെ ദുരാത്മാവ് ആ വ്യക്തിയിലൂടെ ഈ കുഞ്ഞുങ്ങളിലെ തിന്മയിലേക്കും പാപത്തിലേക്കും ഒക്കെ നയിക്കാനിടയാകും. അതുകൊണ്ട് പത്രോസ് ശ്ലീഹ ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്, ദൈവം തിരഞ്ഞെടുത്ത നേതൃത്വം, ആ നേതൃത്വം തെറ്റായ വഴികളിലൂടെ പോയാൽ അതിന് പിന്നെ ഉള്ളവരൊക്കെ തെറ്റായ വഴികളിലൂടെ പോകും. അങ്ങനെ അവർ 7 പേര് വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്ത് പത്രോസ് മീൻപിടുത്തക്കാരനാണ്, സെബദീപുത്രന്മാർ 2 പേരും മീൻപിടുത്തക്കാരാണ്. നഥാനേൽ മീൻപിടുത്തക്കാരനായിരിക്കണമെന്ന് നിർബന്ധമില്ല. ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് മീൻപിടുത്തക്കാരനല്ല, അവൻ ആശാരിപ്പണിക്കാരനാണ്. അതുപോലെ വേറെ 2 പേരും കൂടെയുണ്ട്. വേറെ 2 പേര്, അവർക്ക് പേരില്ല. യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ നമ്മൾ എല്ലായിടത്തും കാണാൻ സാധിക്കും, വളരെ കൃത്യമായിട്ട് പേരുകളും സ്ഥലപ്പേരുകളും ഒക്കെ വ്യക്തമായിട്ട് എഴുതുന്ന ആളാണ് യോഹന്നാൻ ശ്ലീഹ. അപ്പോൾ ഇവിടെ ഈ 2 പേരുടെ പേര് എഴുതിയിട്ടില്ല, മറ്റ് 2 പേരുമെന്ന് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പേര് മറന്നുപോയത് കൊണ്ടല്ല. ഈ 2 പേരുടെ സ്ഥാനത്ത് ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. ഈ 2 പേര് സ്ത്രീയും പുരുഷനുമായ ഏതൊരു വ്യക്തിയുമാകാം. ഇവരെല്ലാവരും കൂടെ എങ്ങോട്ട് പോയി? പത്രോസിൻ്റെ പിന്നാലെ പോയി മീൻ പിടിക്കാൻ വേണ്ടി പോയി. എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞത്, ഇനി മേലിൽ നിങ്ങൾ മീൻപിടുത്തക്കാരല്ല, ഇനി മനുഷ്യരെ പിടിക്കാനുള്ള വഴിയിലേക്ക് തിരിയാൻ പറഞ്ഞു. അതിന് പകരം വീണ്ടും പഴയ വഴിയിലേക്ക് തിരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവർ, പലപ്പോഴും ധ്യാനങ്ങളും ശുശ്രൂഷകൾക്കുമൊക്കെ ശേഷം നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് മാറ്റങ്ങളൊക്കെ വരുത്തി ഇനി ഒരിക്കലും തെറ്റിലേക്ക് പോവില്ല, ഇനി ഞാൻ കർത്താവിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് വലിയ വീരവാദമൊക്കെ മുഴക്കി പോകുന്നവർ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ചെറിയൊരു തീരുമാനത്തിൽ മാറ്റം വരുന്നതാണ്. കർത്താവിന് കൊടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാതെ കൂട്ടുകാരുടെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ നാട്ടുകാരുടെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും മാനസികമായ സമ്മർദ്ദത്തിനൊക്കെ അടിമപ്പെട്ട് വീണ്ടും പാപത്തിലേക്ക്, പഴയ വഴികളിലേക്ക് തിരിച്ചു പോകുന്നവരെ കാണാൻ സാധിക്കും. പഴയ വഴികളിലേക്ക് വന്ന കർത്താവ് നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്ന വഴിയിൽ നിന്നും വീണ്ടും പഴയ വഴിയിലേക്ക്, തെറ്റായ വഴികളിലേക്ക് പോകുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ സംഭവത്തിൻ്റെ 2ാമത്തെ ഭാഗത്തുണ്ട്. അവരങ്ങനെ മീൻ പിടിക്കാൻ പോയി, രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വഴികളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമുക്ക് വേണ്ടി കാത്തു നിൽക്കും. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നിരത്താൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു തീർത്ഥാടനം കടന്നു പോകുന്ന വഴിയിൽ, ഞാൻ തീർത്ഥാടനത്തിന് വേണ്ടി ഈ കൂട്ടായ്മയുടെ കൂടെ പോകുന്നുണ്ട്. തീർത്ഥാടനം കടന്നു പോകുന്ന വഴിയിൽ കുറച്ച് പേര് പറഞ്ഞു, അച്ഛാ നമുക്ക് സൗകര്യപ്രദമായ വഴികളിലൂടെ പോകാം, കുറച്ചുകൂടി എളുപ്പ വഴിയുണ്ട്, അതുപോലെ തന്നെ തണലുള്ള വഴിയുണ്ട്. ആ വഴിയിലൂടെ പോവുകയാണെങ്കിൽ അധികം വാഹനങ്ങൾ തടസ്സമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ആ വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. അങ്ങനെ ഈ തീർത്ഥാടനത്തിന് വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ ഈ വഴികളിലൂടെയൊക്കെ കയറി അങ്ങനെ പോയി. കുറച്ച് നേരം നടന്നു, ദൂരം കുറവായിരുന്നു, അവർ പറഞ്ഞ പോലെ വാഹനങ്ങൾ എണ്ണം കുറവായിരുന്നു. പക്ഷേ നടന്ന് ആളുകൾ മടുത്തു. കാരണം ആ വഴിയരികിൽ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ എത്തിച്ചേരേണ്ട എത്തിച്ചേർന്നപ്പോൾ എല്ലാവരും ദാഹിച്ച് വിശന്ന് വലഞ്ഞിരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട റോഡിലൂടെ കടന്നു വരുന്ന ആളുകൾ, തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ കടന്നു വരുമ്പോൾ
ഞങ്ങൾ അവരെ കാണുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് ചോദിച്ചു, അച്ഛാ, അവർ വന്ന് ചോദിച്ചു, നിങ്ങളെതിരെയാണ് വന്നത്, ഏത് വഴിയാണ് വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു കുറുക്ക് വഴി കയറി വന്നു. എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വേണം, കുടിക്കാൻ എന്തെങ്കിലും വേണം. പ്രിയപ്പെട്ടവരെ, ഈ കൂടെ വന്ന ഈ മെയിൻ റോഡുകളിലൂടെ വന്ന ആളുകൾ പറയാണ്, നിങ്ങളെന്ത് മണ്ടത്തരവാണ് കാണിച്ചത്? ഈ വഴിയിലൂടെ വന്നിരുന്നെങ്കിൽ, അതായത് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന വഴിയിലൂടെ വന്നിരുന്നെങ്കിൽ അവിടെ വഴിയരികിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തീർത്ഥാടകർക്ക് ദാഹം തീർക്കാനായിട്ട് സംഭാരം, തീർത്ഥാടകർക്ക് ദാഹം തീർക്കാനായിട്ട് ജ്യൂസ്, തീർത്ഥാടകർക്ക് ദാഹം തീർക്കുവാനുള്ള അങ്ങനെയുള്ള പാനീയങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സംഘാടകർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത ഇതാണ്, പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച വഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരുപക്ഷെ ചൂടും വെയിലും സഹനവും വാഹനവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അതാണല്ലോ ഈശോ പറയുന്നത്, സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമാണ്, ബുദ്ധിമുട്ടേറിയതാണ്. പക്ഷേ ആ ദൈവം ഒരുക്കി വെച്ച വഴിയിൽ തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടാവും. അത് കൃത്യസമയത്ത് നമുക്ക് കിട്ടിക്കോളും. പ്രിയപ്പെട്ടവർ, ദൈവം ഒരുക്കി വെക്കാത്ത വഴിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പത്രോസിനും കൂടെ ഉണ്ടായിരുന്ന 6 പേർക്കും സംഭവിക്കും. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാൻ തരമില്ല. കാരണം ദൈവം അവരെ എവിടെ നിയോഗിച്ചാക്കിയോ അതിന് നേരെ പിന്തിരിഞ്ഞ് നടക്കുകയാണ് അവർ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള കൃപയും തരാമെന്ന ഉറപ്പോടെയാണ്. ആ കൃപകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പിന്തിരിഞ്ഞ് നടക്കുന്നവരാകരുത്, മുന്നോട്ട് നോക്കി ദൈവം പറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ നടക്കുന്നവരാകണം. അതുകൊണ്ട് രാത്രി അവർ അധ്വാനിച്ചു. ആ അപ്പസ്തോലന്മാർക്ക്, ആ ശിഷ്യന്മാർക്ക് ഒന്നും കിട്ടിയില്ല, അവർക്കൊന്നും കിട്ടിയില്ല. കാരണം അവർ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് നടന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഗലീലി തടാകത്തിൽ മത്സ്യസമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തടാകമാണ് ഗലീലി തടാകം. ഒരുപാട് മത്സ്യങ്ങൾ ലഭിക്കാൻ ഇന്നും അന്നും ഒരുപോലെ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ പോയിരിക്കുന്ന ആളുകളും ചെറിയ ആൾക്കാരൊന്നുമല്ല. മുക്കുവനായ പത്രോസും മുക്കുവനായ യോഹന്നാനും മുക്കുവനായ യാക്കോബും ഒക്കെയാണ് പോയിരിക്കുന്നത്. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. കിട്ടാഞ്ഞത് അവർക്ക് കഴിവ് കുറവുണ്ടായിട്ടല്ല, പിന്നെയോ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തല്ല അവർ നിൽക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന ജോലിയിലല്ല അവർ ഏർപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന വഴിയിൽ നിന്നും വ്യതിചലിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, താൽക്കാലിക ലാഭമുണ്ടായേക്കാം, താൽക്കാലികമായിട്ടുള്ള നേട്ടമുണ്ടായേക്കാം, പക്ഷേ നഷ്ടമുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിലായിരിക്കും. വലിയ നഷ്ടമുണ്ടാകും. ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. കഴിവ് കുറവുള്ളത് കൊണ്ടല്ല, നിനക്ക് ഡിഗ്രി ഇല്ലാത്തത് കൊണ്ടല്ല ജോലി കിട്ടാത്തത്, നിനക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ടല്ല നിനക്ക് ജോലി കിട്ടാത്തത്, നിനക്ക് സാഹചര്യം ഇല്ലാത്തത് കൊണ്ടല്ല ഉയരാൻ പറ്റാത്തത്, നിൻ്റെ കുടുംബം മോശമായത് കൊണ്ടല്ല നിനക്ക് ഉയരാൻ പറ്റാത്തത്, പിന്നെയോ നീ ദൈവം ആഗ്രഹിക്കുന്നിടത്തല്ല നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, അതുകൊണ്ട് നിനക്ക് ഉയരാൻ പറ്റില്ല. അതുകൊണ്ടൊന്ന് പിന്തിരിഞ്ഞ് നോക്കുക. പ്രഭാതമായപ്പോൾ അവർ വലയൊക്കെ കഴുകാനായിട്ട് ഇങ്ങനെ എടുത്ത് വള്ളത്തിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? രാത്രി മുഴുവൻ പോയി, പകൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് രാത്രി മുഴുവൻ പോയി അങ്ങനെ നിൽക്കുമ്പോൾ തീരത്തതാ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഇവർ നോക്കുമ്പോൾ തീരത്തൊരു മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യൻ അവരോട് ചോദിച്ചു, അതാരാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ആ മനുഷ്യൻ അവരോട് ചോദിച്ചു, മക്കളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, വലതുവശത്ത് വലയിറക്കുക. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ തീരത്ത് നിൽക്കുന്നയാളും ഈ വഞ്ചിയും തമ്മിൽ അധികം ദൂരമുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ആഴമുള്ള സ്ഥലത്തൊന്നും അല്ല നിൽക്കുന്നത്, തീരത്തോട് തൊട്ടടുത്താണ്. തീരത്തോട് അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്, വലതുവശത്ത് വലയിറക്കുക. അവൻ പറഞ്ഞത് അവൻ അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കണം. എളിമയോടെ അനുസരിക്കുന്ന, വിശ്വാസത്തോടെ, 100% വിശ്വാസത്തോടെ, എളിമയോടെ, പ്രിയപ്പെട്ടവരെ, അഹങ്കാരം ഉപേക്ഷിച്ച് ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളെ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹമാണ് നമ്മളിവിടെ കാണുന്നത്. അവർ വലയിറക്കി എന്ന് പറഞ്ഞാൽ തീരത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് വലയിറക്കുന്നത്. ആഴക്കടലിലേക്ക് പോയി വലയിറക്കാനല്ല പറയുന്നത്, ആഴമുള്ള സ്ഥലത്തേക്ക് പോയി വലയിറക്കാനല്ല പറയുന്നത്. നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ വലതുവശത്ത് വലയിറക്കുക. പ്രിയപ്പെട്ടവരെ, രാത്രി മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന 7 പേരോടാണ് ഈ തീരത്ത് നിൽക്കുന്ന അപരിചിതനായ വ്യക്തി പറയുന്നത്, വലതുവശത്ത് വലയിറക്കുക. വലതും ഇടതും മുൻപും പിൻപും ഒക്കെ ഒരുപാട് വലയിറക്കിയിട്ട് അധ്വാനിച്ചിട്ട് നിരാശപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളോട് ഇത് പറയുമ്പോൾ അനുസരിക്കണമെങ്കിൽ എത്രമാത്രം വിശ്വാസവും എത്രമാത്രം എളിമയും ഈ വ്യക്തികൾക്കുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിലയില്ലാ കയത്തിന് മുങ്ങിത്താഴുന്ന സമയത്ത്
വലതുവശത്ത് വലയിറക്കാൻ പറയുന്നത് എളിമയോടെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ദൈവാനുഗ്രഹം കിട്ടും. പലപ്പോഴും കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും നിരാശയുടെയും ഒക്കെ നടുവിലൂടെ കടന്നു പോകുന്നവരോട് ഒരു ധ്യാനം കൂടാൻ പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അച്ഛാ ഒരു ധ്യാനം കൂടിയ ഇതൊക്കെ മാറുമോ? ഒരു ധ്യാനം കൂടിയ സാമ്പത്തികമായിട്ടുള്ള മാറ്റം ഉണ്ടാവുമോ? ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ പലരും ചിന്തിക്കാറുണ്ട്, ഇതുകൊണ്ടൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുമോ? പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യങ്ങളാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. വലതുവശത്ത് വലയിറക്കാൻ പറയുമ്പോൾ പത്രോസ് നിഷേധിക്കുന്നില്ല. യോഹന്നാനും യാക്കോബും ബുദ്ധിയുള്ളവരാണ്, മീൻപിടുത്തക്കാരനായ സെബദിയുടെ മക്കൾ മീൻപിടുത്തക്കാരാണ്. പക്ഷേ അവരാരും നിഷേധിക്കുന്നില്ല. വലതുവശത്ത് അവർ വലയിറക്കും. ആ മനുഷ്യൻ, അപരിചിതനായ മനുഷ്യൻ പറഞ്ഞതല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വല നിറയെ അവർക്ക് മീൻ കിട്ടിയെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ തിരിച്ചറിയുന്നു, ഈ നിൽക്കുന്ന വ്യക്തി യേശുവാണ്. ദൈവത്തിനല്ലാതെ, യേശുവിനല്ലാതെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല. കരയിൽ തങ്ങളോട് കൽപ്പിച്ചുകൊണ്ട് തങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അപരിചിതൻ യേശുവാണെന്ന് ആര് തിരിച്ചറിയുന്നു? യോഹന്നാൻ തിരിച്ചറിയുന്നു. യേശു ഏറ്റവും അധികം സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന ശിഷ്യൻ തിരിച്ചറിഞ്ഞ് അത് യേശുവാണ്. അവൻ മറ്റുള്ളവരോട് പറഞ്ഞു, അത് മറ്റാരുമല്ല, നമ്മുടെ യേശുവാണ്, യേശു തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടതും പത്രോസ് അവൻ നഗ്നനാണെന്ന് കണ്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ബാക്കിയുള്ളവർ വഞ്ചിയും മത്സ്യവുമായി കരയിലേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ കടന്നു വന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച ഇതാണ്. അവിടെ ഒരു തീ കൂട്ടിയിരിക്കുന്നതും അതിൽ അപ്പവും മീനും ഒരുക്കിയിരിക്കുന്നതും കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ പിടിച്ചതിൻ്റെ ഒരു പങ്ക് ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്തതിൻ്റെ പങ്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് നമുക്ക് തരും. ഈ മനുഷ്യൻ എന്തിനാണ് നേരത്തെ ഇതിനു മുമ്പ് ഈ മക്കളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചത് എന്ന് തോന്നിപ്പിക്കുന്നത് മാറ്. പ്രിയപ്പെട്ടവരെ, ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. അവിടെ അപ്പവും മീനും ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി പലതും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരുക്കി വെച്ചത് നമുക്ക് സ്വന്തമാകണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ആദ്യം യേശു പറയുന്ന കാര്യം വിശ്വസിക്കുവാനും എളിമപ്പെടുവാനും യേശു പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാനും പരിശ്രമിക്കണം. യേശു പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച് യേശുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ, അവൻ്റെ വചനമനുസരിച്ച് കഴിയുമ്പോൾ അവൻ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്കായിട്ട് തരും. നമ്മൾ തെറ്റായ വഴികളിലൂടെ കടന്നു പോയിട്ടുള്ളവരാവാം. ഒരുപക്ഷെ പോകരുതാത്ത വഴികളിലൂടെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോഴും കർത്താവ് നമ്മൾ തിരിച്ചു വിളിക്കുകയാണ്, വരിക, വലതുവശത്ത് വലയിറക്കുക. ഏതാണ് വലതുവശം? കർത്താവിൻ്റെ വശം. കർത്താവിൻ്റെ വശത്തോട് ചേർന്ന് നിൽക്കുക, കർത്താവിൻ്റെ വശത്ത് വലയിറക്കുക. ദൈവം പറയുന്നത് പോലെ ചെയ്യുക, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ചെയ്യുക, വചനമനുസരിച്ച് ജീവിക്കുക. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും. നിനക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ ലഭിക്കുകയും ചെയ്യും. ധൂർത്തപുത്രൻ്റെ ഉമയിലും ഈശോ വെളിപ്പെടുത്തുന്ന കാര്യം മറ്റൊന്നുമല്ല. വലതുവശത്ത് വലയിറക്കുന്ന ധൂർത്തപുത്രൻ അവന് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടുന്നു എന്ന് പറഞ്ഞാൽ, അപ്പൻ്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് തിരികെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കണക്കാണ് ധൂർത്തപുത്രൻ്റെ മുമ്പിൽ ഈശോ വെളിപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണല്ലോ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. മടങ്ങി വരുന്നവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് താൻ കരുതി വെച്ചത് നൽകി അവനെ സമൃദ്ധിയിലേക്ക് ഉയർത്തുന്ന ദൈവത്തെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ കാണുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഇന്ന് രാത്രിയിൽ മുഴുവൻ അലഞ്ഞിട്ടും രാത്രിയും പകലും അധ്വാനിച്ചിട്ടും നിനക്കൊന്നും കിട്ടുന്നില്ലേ? നിനക്കൊന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ലേ? നിനക്കൊന്നും ശേഖരിച്ചു വെക്കാൻ പറ്റുന്നില്ലേ? അത് വിട്. നീ കർത്താവിൻ്റെ വചനം കേൾക്ക്, അവൻ പറയുന്നത് കേൾക്ക്. എന്നിട്ട് വലതുവശത്ത്, കർത്താവ് പറയുന്ന വശത്ത് നീ വലയിറക്ക്. നിൻ്റെ ജീവിതത്തിൽ നീ വിജയിക്കുക തന്നെ ചെയ്യും. അതിനായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും അൾത്താരയിൽ സമർപ്പിച്ച്, വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അന്ത്യനും നീ മാത്രമേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ തിരുവചനത്തിലൂടെ ഈശോയിൽ നിന്നും അകന്നു പോയവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഈശോയെ നമുക്ക് കാണുകയാണ്. ഈ ഒരു ആരാധനയിൽ പ്രത്യേകമായി നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വചനം ഈശോ പറയുന്നു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എൻ്റെ അരികിൽ വരുന്നവന് ദാഹിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, കർത്താവിൽ നിന്നും അകന്നു പോയ എല്ലാ മക്കളെയും ഇപ്പോൾ ഈശോയിലേക്ക് ചേർത്ത് പിടിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ആരെങ്കിലും ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ ദൈവത്തിൽ നിന്നും അകന്ന് നിന്നുകൊണ്ട് ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ പറ്റാതെ ഒത്തിരിയേറെ സങ്കടത്തോടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒരു നിമിഷം ഈശോയുടെ മുമ്പിലേക്ക് അവരെ കൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ പേരുകൾ, ആ വ്യക്തികളെ കർത്താവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ഈശോയെ, ഈ മക്കളെ ഇപ്പോൾ പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവർ സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ അങ്ങ് ഈ ദിവസം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് മാനസാന്തരവും മാറ്റവും നൽകണമേ. കർത്താവെ, തിബരിയാസ് കടൽ തീരത്ത് അങ്ങയെ വിട്ടകന്നു പോയ ശിഷ്യന്മാരെ അങ്ങ് ചേർത്ത് പിടിച്ചതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി ഈ മക്കളെയും ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കരങ്ങൾ കൂപ്പാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോ ലോകത്തുള്ള എല്ലാ സക്രാരികളിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. ഈ ആരാധനയുടെ സമയത്ത് ഈശോ നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. നിൻ്റെ തലമുടി ഇഴ പോലും കൊഴിഞ്ഞു പോകുന്നത് അറിയുന്നുവെന്ന് പറയുന്ന കർത്താവ്, ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടെന്ന് പറയുന്ന കർത്താവ്, കർത്താവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവർക്ക് ദൈവാനുഗ്രഹം അവരുടെ സന്നിധിയിൽ താൻ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഇപ്പോൾ ഇവർ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ വിടുതലുകൾ ആവശ്യമുള്ളവർക്ക് പരിപൂർണ്ണ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്ന മക്കളെ വിടുവിക്കണമേ കർത്താവെ. തകർച്ചകളിൽ നിന്നും ഈ മക്കളെ മോചിപ്പിക്കണമേ കർത്താവെ. ഈ കുടുംബത്തിലേക്ക് ഇപ്പോൾ കടന്നു ചെന്ന് ഈ മക്കളുടെ മേലുള്ള സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഇവരെ മോചിപ്പിക്കണമേ. അപകടങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളുണ്ടാകാനുള്ള തടസ്സങ്ങൾ എല്ലാം എടുത്തു മാറ്റി ഈ മക്കളെ സഹായിക്കണമേ കർത്താവെ. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഈ മക്കളുടെ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചേരട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന, സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും ഇപ്പോൾ തന്നെ കടന്നു ചേരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനുള്ള അധികാരത്തോടെ ഈ മക്കളുടെ മേലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ കുരിശിൻ്റെ അടയാളത്താൽ ആശീർവദിക്കുന്നു. കുരിശടയാളം വരച്ച് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ മരേ